ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ളൊരു വീഡിയോ ഹാർട്ട് അറ്റാക്ക് വേദന ഒന്നുമില്ലാതെ തന്നെ, വേദനയൊന്നും കാണിക്കാത്ത, വേദനന്റെ ലക്ഷണങ്ങളൊന്നും കാണിക്കാതെ തന്നെ ഹാർട്ട് അറ്റാക്ക് വരാം. അപ്പോൾ നമ്മൾ വേദനിക്കുമ്പോൾ മാത്രമാണ് ഹാർട്ട് അറ്റാക്ക് വരിക എന്നൊരു തെറ്റായ ധാരണ വെച്ച് പുലർത്തുന്നത് ശരിയല്ല. ഡോക്ടർ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. പോലും ഹാർട്ട് അറ്റാക്ക് വരാം. കയ്യിൽ കടച്ചിൽ. അപ്പോ പൊതുവെ ലെഫ്റ്റ് കൈയിന് വന്നാൽ മാത്രമേ ഹാർട്ട് അറ്റാക്ക് ആവുള്ളൂ എന്നാണ് ജനങ്ങളുടെ ഒരു ധാരണ. റൈറ്റ് സൈഡത്തെ കയ്യിൽ മാത്രം കടച്ചിൽ വന്നാലും ഹാർട്ട് അറ്റാക്കിന്റെ സിംറ്റം ആവും. അത് സത്യം പറഞ്ഞാൽ കുറച്ചും കൂടി നമ്മൾ സ്പെസിഫിക്, അതായത് കുറച്ചും കൂടി ആക്യുറേറ്റ് ആണ്. പക്ഷെ മറ്റേതിന്റെ അത്രയ്ക്ക് കോമൺ അല്ല. അപ്പൊ ഈ കടച്ചിൽ നെഞ്ചിൽ വന്നിട്ട് കയ്യിലോട്ട് വരാം, നെഞ്ചിൽ ഇല്ലാതെ കയ്യിൽ മാത്രം വരാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അതായത് ഒരു അസാധാരണമായിട്ടുള്ള വേർപ്പ്. ഇപ്പൊ നമ്മളൊരു ഡയബറ്റീസ് പേഷ്യന്റ് ഒരുപാട് ഷുഗർ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന ഒരവസ്ഥ, ടയേർഡ് ആയിട്ട് തോന്നും, ക്ഷീണിച്ച് ഇങ്ങനെ സ്വെറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. പക്ഷെ ഷുഗർ നോക്കുമ്പോൾ നോർമലാണ്. അത് അബ്നോർമലാണ്. അതൊരു ഹാർട്ട് ഡിസീസിന്റെ, ഒരു ഹാർട്ട് അറ്റാക്കിന്റെ സിംറ്റമാണ്. ചിലവർക്ക് പ്രായം കൂടുമ്പോൾ അസാധാരണമായിട്ടുള്ള ക്ഷീണം, പനിയൊന്നുമില്ല, ഷുഗർ നോർമലാണ്, BP ഒരു നോക്കുന്ന വീട്ടിൽ നിന്ന് നോർമലാണ്. ഇതൊക്കെ സൈലന്റ് അറ്റാക്ക് എന്ന് പറയുന്നതിന്റെ. ഹലോ ഗൈസ്, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി ഹാർട്ട് അറ്റാക്ക് വരാൻ സാധാരണ ഒരു വേദന, നെഞ്ഞു വേദന, പുറം വേദന, സൈഡ് വേദന ഒക്കെ ഉണ്ടാകുമ്പോൾ ഹാർട്ട് അറ്റാക്ക് എന്ന് വിചാരിച്ചു കൊണ്ടാണ് നമ്മൾ ഹാർട്ട് അറ്റാക്ക് വന്നു എന്നൊക്കെ പറയാറുള്ളത്. പക്ഷെ ഹാർട്ട് അറ്റാക്കിന്റെ ഒരു ലക്ഷണവും കൂടാതെ തന്നെ, ഒന്നും ഇല്ലാതെ തന്നെ ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യത ഉണ്ട്. അതാണ് ഇപ്പൊ സാറ് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. എൻ്റെ അമ്മോന്റെ ഹാർട്ട് സർജറി ചെയ്ത ഡോക്ടറാണ് ഇദ്ദേഹം. മിംസ് ഹോസ്പിറ്റലിൽ എൻ്റെ അമ്മോന്റെ ഹാർട്ട് സർജറി ചെയ്ത ഒരു ഡോക്ടർ കൂടിയാണ് ഇദ്ദേഹം. അപ്പോ നല്ല ഡോക്ടറാണ്. അപ്പൊ എന്താ പറയാൻ കാരണം എന്ന് വെച്ചാല്, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ ഷുഗർ രോഗത്തിന് 100% നമ്മൾ കൺട്രോൾ ചെയ്തേ പറ്റൂ. കൊളസ്ട്രോള്, ഷുഗർ, ഇതൊക്കെ കൺട്രോൾ ചെയ്താൽ മാത്രമാണ് ഹാർട്ട് അറ്റാക്ക് വരാതെ നമുക്ക് സുഖകരമായി ജീവിക്കാൻ പറ്റുക. വന്നു കഴിഞ്ഞാൽ പിന്നെ പല പ്രയാസങ്ങളും നമ്മൾ നേരിടേണ്ടി വരും. സാമ്പത്തികമായിട്ട് ചെലവ്, മരുന്ന് വാങ്ങാൻ തന്നെ പൈസ തികയാതെ വരും. അങ്ങനെ പല പ്രശ്നങ്ങളും ഈ ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാലുണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞാലും പിന്നെ മരുന്നില്ലാതെ ജീവിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം രക്തം കട്ടാകാതെ നിൽക്കാനുള്ള മരുന്നാണ് എഴുതി തരാറില്ല. എൻ്റെ കുടുംബത്തിൽ തന്നെ ചില ആളുകൾ മരുന്ന് വാങ്ങാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ എനിക്കറിയാം. വാങ്ങാൻ കഴിയൂല. അപ്പോൾ അവർക്കാണെങ്കിലോ നല്ലൊരു സംഖ്യന്റെ മരുന്ന് ഡെയിലി ആവശ്യമാണ്. അപ്പൊ അത് വാങ്ങാൻ കഴിയൂല. അപ്പൊ അതൊക്കെ ചെലവ് വരുത്തി വെക്കാതെ തന്നെ നമുക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി സാധിക്കും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? പ്രധാനപ്പെട്ട ഷുഗറിനെ നമ്മൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഷുഗറിനെ നിയന്ത്രിക്കുക, ഒരു പകുതി വരെ എക്സസൈസ്, 1 മണിക്കൂർ ഹാർട്ട് ബീറ്റ് നല്ല ശരീരം ഇളകുന്ന സൈസിലെ എക്സസൈസ്. നടത്തം ഒരു എക്സസൈസ് ആയിട്ട് കൂട്ടാൻ പറ്റൂല. അത് നിങ്ങൾ പല വീഡിയോസ് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. എക്സസൈസിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു വർക്കൗട്ട്, 1 മണിക്കൂർ നിങ്ങൾ ശരീരം കൊണ്ട് ചെയ്യുന്ന വർക്കൗട്ടും അരമണിക്കൂർ നിങ്ങൾ നടക്കുന്നതുമായിട്ട്, നടത്തം ഒരു ആക്ടിവിറ്റി മാത്രമാണ്, എക്സസൈസിൽ അതിൽ ഉൾപ്പെടുത്താൻ പറ്റൂല. പല ഡോക്ടർമാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ക്ലിയർ ആയിട്ട് പറയുന്നത്. അത് മാത്രമല്ല, ഞാൻ ജിമ്മ് ചെയ്യാറുണ്ട്. അപ്പൊ വർക്കൗട്ട് ചെയ്യുമ്പം ശരീരത്തിൽ നിന്ന് വരുന്ന ആ ഒരു സുഖവും നടത്തം കൊണ്ട് കിട്ടുന്ന ഒരു അവസ്ഥയും രണ്ടാണ്. നടക്കാൻ അങ്ങനെ നടന്ന് തിരിച്ചു പോരാ. മറ്റേതൊരു 1 മണിക്കൂർ വർക്കൗട്ടാണ്. ശരിക്ക് ഹാർട്ട് ബീറ്റ് അടിക്കും, വേർപ്പ് വരും, നമുക്ക് അതിന്റെ ആസ്വാദനം മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ ധാരാളം എക്സസൈസ് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഷോർട്ട് വീഡിയോയിലൂടെ കാണാനും ലോങ് വീഡിയോയിലൂടെ കാണാനും നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഒരു എക്യുപ്മെന്റ്സും ഇല്ലാത്തതിന് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ വെച്ച് തന്നെ ഇത് ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഷോർട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക, എക്സസൈസ് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. വളരെ ലളിതമായി, ക്ലിയർ ആയി, കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അത് ചെയ്തു നോക്കുക. ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ഉപകാരം കിട്ടുന്നുണ്ട് എങ്കിൽ നിങ്ങളത് പിന്തുടരുക.
പിന്നെ ഷുഗർ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കേണ്ട ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്, ലഞ്ച് എന്താണ്, രാത്രി എന്താ കഴിക്കേണ്ടത്, എന്തെല്ലാം നമുക്ക് കഴിക്കാം എന്നുള്ളത് വളരെ വിശദമായി കൊണ്ട് തന്നെ ഞാൻ പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ ഷുഗർ രോഗമായിട്ട് ബന്ധപ്പെട്ടിട്ട് സംസാരിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടു ഹാർട്ട് അറ്റാക്ക് വരുന്നതിന്റെ മുന്നേ നമുക്കത് തടയാൻ വേണ്ടി സാധിക്കും. നമ്മൾ തടയാൻ വേണ്ടി ശ്രമിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോ നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക.